മുഴങ്ങുന്ന ശബ്ദം കേട്ടപ്പോഴേ പത്മക്ക് മനസ്സിലായിരുന്നു ആരാ വന്നിരിക്കുന്നതെന്ന്. അതിനാ തന്നെ തിടുക്കത്തിൽ ഡോർ തുറക്കാൻ ചെല്ലുമ്പോൾ അവരുടെ മുഖത്ത് പ്രത്യേക സന്തോഷം ഉണ്ടായിരുന്നു. മൈത്രിയും പീലിയും പത്മയെ കണ്ടത് സ്നേഹത്തോട് ചേർന്ന് നിന്ന് ഹർഷ് പറഞ്ഞതുപോലെ കുറച്ച് ദിവസം സാരെങ്കിലും വന്ന് നിൽക്കാന്ന് കരുതി വന്നത് അവര്. കാറിൽ നിന്ന് ഡ്രൈവർ ഒരു ബാഗ് കൊണ്ടുവന്ന് സിറ്റൗട്ടിൽ വെച്ചു. ഇതെന്താ, ഒരു ബാഗേ ഉള്ളൂ? പത്മ സംശയത്തോടെ ചോദിച്ചു. അമ്മ, മോൾക്കുള്ളത് മാത്രം അതിൽ കൂടുതലും. എനിക്ക് ധരിക്കാനൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പീലിയെ പത്മയുടെ കയ്യിലേക്ക് കൊടുത്തുണ്ട് മൈത്രി ബാഗുമായി വന്നു. മൈ എന്തേ? വീടിനുള്ളിൽ പതിവ് അനക്കും ബഹളമൊന്നും കാണാത്തതുകൊണ്ട് മൈത്രി ചോദിച്ചു. സാധാരണ തന്റെ ശബ്ദം ഒന്ന് കേട്ടാ മതി ആൾ ഓടി എത്തുമായിരുന്നു. മുറിയിലുണ്ട്. അപ്പൊ കുട്ടും വയ്യ മോളെ. ഇപ്പടയ്ക്ക് തലവേദനയും പറയുന്നുണ്ട്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ഛർദ്ദിക്കുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ടാണെങ്കിൽ കേൾക്കുന്നുമില്ല. ഞാൻ കുറച്ച് ഇഞ്ചി വെള്ളം തിളപ്പിച്ചു കൊടുത്തിരുന്നു, അതും കുടിച്ച് കയറി കിടന്നതാ. ഇന്നൊരു വർക്ക് ഉണ്ടായിരുന്നു അവൾക്ക്. വയ്യാത്ത കാരണം പോവാനും പറ്റിയില്ല. നീ ഇരിക്കി, പത്മ പറഞ്ഞു. അയ്യോ, അത് കഷ്ടമായല്ലോ. മൈത്രി സോഫയിലേക്ക് ഇരുന്നുകൊണ്ട് നിരാശയോട് പറഞ്ഞു. അല്ല, എന്തായി യാഷിന്റെ കാര്യം? ഡോക്ടർ എന്തു പറഞ്ഞു? പത്മ അതിനിടയിൽ കാര്യം തിരക്കാതിരുന്നില്ല. ഇരുവരും യാഷിന്റെ സ്ഥിതിഗതികളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. കണ്ണു തുറന്നു. തലയ്ക്ക് ആദ്യമൊരു ഭാരം തോന്നിയെങ്കിലും മെല്ലെ മെല്ലെ അതൊഴിഞ്ഞു പോകുന്നത് മയ്യ അറിയുന്നുണ്ടായിരുന്നു. അപ്പൊ മെല്ലെ എഴുന്നേറ്റിരുന്നു. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോ ചെറിയൊരു ആശ്വാസം. അടുത്ത് വെച്ചിരുന്ന മൊബൈൽ വെറുതെ എടുത്തു നോക്കി. വീറ് വിളിച്ചിട്ടുണ്ടോന്ന്? ഇല്ല. അരുണിന്റെ കോളുകളില്ലാതെ മറ്റൊന്നും തന്നെ കാണാനില്ല. എന്തിനാ മൈ ഇനി നീ അവനെ പ്രതീക്ഷിക്കുന്നത്? നിന്റെ വാവിട്ട വാക്കുകളെ മനസ്സ് വ്രണപ്പെട്ട് ഇറങ്ങി പോയതല്ലേ അവൻ. ഇഷ്ടമാണെന്ന് പറയണ്ടായിരുന്നു, പങ്കാളിയായിട്ട് സ്വീകരിക്കുകയും വേണ്ടായിരുന്നു. പക്ഷെ ഇത്രയും നാളും കാവലായി നിന്നവനെ ഒരു പെണ്ണ് ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹവും സംരക്ഷണവും ബഹുമാനവും നൽകിയവനെ അനാവശ്യമായി പോലും തന്നെ മാനസികമായും ശാരീരികമായും അവൻ ചൂഷണം ചെയ്തിട്ടില്ല. എന്നിട്ടും വാക്കുകൾ അതിര് കടന്നുപോയി. തെറ്റെന്താണെന്ന് അവന്റെ ശൂന്യത മനസ്സിലാക്കി തന്നു. പക്ഷെ ഒന്ന് സംസാരിക്കാനോ മാപ്പ് പറയാനോ സാധിക്കുന്നില്ല. അവൻ എവിടെയാണെന്ന് പോലും അറിയാൻ കഴിയാത്തത് അകന്നു പോയിരിക്കുന്നു. പ്ലീസ് വീർ, പ്ലീസ് കം ബാക്ക്. അവള് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് പുലമ്പി. ഹിമ. പെട്ടെന്ന് കാതിനുള്ളിലേക്ക് തുളഞ്ഞു കയറിയ ശബ്ദം. മൈ കണ്ണുകൾ വലിച്ചു തുറന്നു മുന്നിലേക്ക് നോക്കി. മുന്നിൽ കാണുന്ന മിററിൽ നെഞ്ചിൽ കൈ പിടച്ചു വെച്ച് പുഞ്ചിരി തൂക്കി നിൽക്കുന്നുണ്ടവൻ. അതെ, വീർ. മയുടെ ആദരങ്ങൾ വിരിഞ്ഞു. അതെ, അവൻ തനിക്ക് പുറകിലുണ്ട്. തന്നെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. തനിക്ക് വേണ്ടി തിരിച്ചു വന്നിരിക്കുന്നു. മൈ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. യാഷ് ഒരടി ചലിക്കാതെ അതേ നിൽപ്പ് നിൽക്കുന്നത് കണ്ടപ്പോൾ പാഞ്ഞു ചെന്ന് അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. ഡിഡ് യു മിസ് മീ? അവളെ തിരികെ പുലരാൻ ശ്രമിക്കാതെ അവൻ ചോദിച്ചു. മൈ അവനെ ചുവന്ന വെങ്ങിയ മുഖം ഉയർത്തി നോക്കി. കാൻ യു വിത്തൗട്ട് മീ? അവൻ വീണ്ടും അവളോട് ആരാഞ്ഞു. നോ, ഐ കാണ്ട്. എവിടെയായിരുന്നു വീർ? ഒരു വാക്കുപോലും പറയാതെ നീ ഇത് എവിടെ പോയതാ? മൈ അവന്റെ തണുത്ത ശരീരം വരിഞ്ഞു മുറുക്കി. യാഷ് അവളുടെ കൈകൾ തന്നിൽ നിന്നും വിടിയിച്ചു. മൈ നെറ്റിലൂടെ അവനെ നോക്കി. എന്നെ ആവശ്യമില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവാൻ പറഞ്ഞില്ലേ? എന്നെ ഇനി ആവശ്യമില്ലെന്ന്, എന്നെ സ്നേഹിക്കുന്നില്ലെന്ന്. പിന്നെന്തിന് നീ എന്നെ തിരക്കുന്നത്? അവൻ അവളെ ഉറ്റുനോക്കി. അവൾ പറയാൻ വന്നു. പെട്ടെന്ന് യാഷ ചുണ്ടുകൾക്ക് മേലെ വിരല് വെച്ചു. ഞാൻ നിനക്ക് ആരാ ഹിമ? അവൻ പെട്ടെന്ന് അവളോട് ചോദിച്ചു. മൈ നിശബ്ദമായി അവനെ നോക്കി. പറയ്, ആരെന്നെ? പറയടി. നിമിഷ നേരം കൊണ്ട് അവന്റെ കണ്ണുകളിലെ നരമ്പ് പിടച്ചു. മൈ മിഴച്ചിലോടെ അവനിലെ ഭാവങ്ങളിലേക്ക് നോക്കി. ഈ മൗനം. ഇതായിരുന്നു ഞാനും പ്രതീക്ഷിച്ചത്. ഞാൻ നിനക്ക് ആരായിരുന്നു? നീ വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. ഞാൻ നിനക്ക് ആരുമല്ല ഹിമ, ആരും. അവനെ അവളിൽ പിടിവിട്ടുകൊണ്ട് പിന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. നോ, ഡോണ്ട് ലീവ് മീ, ഡോണ്ട് ലീവ് മീ പ്ലീസ്, പ്ലീസ്. അവനിലേക്ക് എത്താൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് കഴിഞ്ഞില്ല. അപ്പോഴേക്കും അവന്റെ സ്വരവും രൂപവും കൺമുന്നിൽ നിന്നും പോയിരുന്നു. മൈ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അവള് വെപ്രാളത്തോടെ ചുറ്റും നോക്കി. ബെഡിൽ നിന്ന് എഴുന്നേറ്റു. കാറ്റിൽ ഉയർന്നു പോകുന്ന വെളുത്ത കർട്ടനുകൾക്കിടയിൽ അവള് ഭ്രാന്ത് പിടിച്ചതുപോലെ പരതി. എവിടെ എവിടെ പോയി? ഞാനിവിടെ കണ്ടതാണല്ലോ അവന്.
അവൾ എന്തൊക്കെയോ പുരമ്പി. മൈ തളർച്ചയോടെ ചുവരിലേക്ക് ചാരി നിന്നു. ഇല്ല, ആരുമില്ല, എല്ലാം സ്വപ്നമായിരുന്നു. ഗോഡ്, വാട്ട് ഹാപ്പൻ ടു മീ? മുടിയിൽ ശക്തിയായിട്ട് വലിച്ചവള്. തൊണ്ട വരണ്ടതുപോലെ. കുടിക്കാനായിട്ട് വെള്ളം നോക്കിയപ്പോ ജഗ് കാലിയായിരുന്നു. അവൾ മുഖം കഴുകി താഴേക്ക് ഇറങ്ങി. വെള്ളം നിറയ്ക്കാൻ മഗ്ഗുമായി. അവൾ താഴേക്ക് വരുമ്പോഴാ കിച്ചണിൽ നിന്ന് കുഞ്ഞിന്റെ കൊഞ്ചലുകൾ, മൈത്രിയുടെയും പത്മയുടെയും അടക്കി പിടിച്ച സംസാരങ്ങൾ അവൾ കേൾക്കുന്നത്. ചേച്ചിയോ? ഇതെപ്പോഴാ വന്ന്? ടേബിളിലിരുന്ന് അവരുടെ ബാഗ് കണ്ട് സ്വയം ചോദിച്ചുകൊണ്ട് അവളെ തിടുക്കത്തിൽ അവരുടെ അടുത്തേക്ക് ചെന്നത്. അവരുടെ സംസാര വിഷയത്തിൽ ചുവട് പിഴച്ചതുപോലെ അവൾ നിന്നു കളഞ്ഞു. എല്ലാവരും അങ്ങനെ മാറി മാറി വാശി പിടിക്കണമെങ്കിൽ എന്തോ കാര്യമായിട്ടുള്ള കുഴപ്പമുണ്ട്. ഇനിയിപ്പോ ആശ അവളുടെ ഫ്രണ്ടായതുകൊണ്ടാവോ? അവൻ എന്തെങ്കിലും സംഭവിച്ച അവൾക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് കരുതി ആയിക്കൂടെ? മൈ വന്നു നിന്നോന്നും അറിയാതെ പത്മ അത് സംസാരിക്കുകയായിരുന്നു. ഞാനും അങ്ങനെ ആദ്യം കരുതിയത്. പക്ഷെ അതൊന്നുമല്ല. ഇപ്പൊ അൻഷുവിന് ആകെ ഒരു മാറ്റവാ. മൈയുടെ കാര്യം കേട്ട അപ്പ ചൂടാവും. എന്തായാലും മൈയോട് ഇത് മറച്ചു വെച്ചിട്ട് എന്തിനാ? ഞാൻ കാര്യം എന്താന്ന് വെച്ചാൽ പറയാൻ തീരുമാനിച്ചു. മൈത്രി കരുതി കൂട്ടിയതുപോലെ പറഞ്ഞു. അവരെന്താ പറയുന്നതെന്ന് മൈക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നല്ലൊരു പയ്യനായിരുന്നു. ഇവിടെ വരുമ്പോഴൊക്കെ നല്ല സ്നേഹമാണ് എന്നോടൊക്കെ. അതിനിങ്ങനൊരു അവസ്ഥ വരും സ്വപ്നത്തെ പോലും ചിന്തിച്ചിട്ടില്ല. ദീർഘമായി പരിശ്വസിച്ചുകൊണ്ട് പത്മ പറഞ്ഞു നേരെ നോക്കിയത് അടുക്കളവാതിലേക്കായിരുന്നു. അവിടെ ഞെട്ടിത്തെറിച്ച് തന്നെ നോക്കി നിൽക്കുന്ന മയ്യെ കണ്ടതും ഒരു വേള അവനും പകച്ചു പോയിരുന്നു. നിന്നു നിൽപ്പിൽ ശരീരത്തിന്റെ പാതിയും നഷ്ടപ്പെട്ടതുപോലെ മൈക്ക് തോന്നി. എന്തു സംഭവിച്ചിരിക്കുന്നു? ആർക്കും എന്തു ഒന്നും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. എങ്കിലും താൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് വിചാരിക്കും പോലെ ഒരു അപകടം ആകരുതെന്ന് അവൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. മൈ അവളുടെ നിൽപ്പ് കണ്ട് മൈത്രിക്കാകെ വല്ലായ്മ തോന്നി. എന്താ എന്താ നിങ്ങൾ എല്ലാരും കൂടി സംസാരിച്ചുകൊണ്ടിരുന്നത്? കയ്യിലെ മഗ് മറ്റെവിടേക്കോ മാറ്റിവെച്ച് രണ്ടാളിലും ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് മൈ മുന്നോട്ടേക്ക് വന്നു. പത്മ മൈത്രിയുടെ മുഖത്തേക്ക് വല്ലായ്മയോടെ നോക്കി. പറയുന്നു എന്നൊരു ധ്വനിയിലൂടെ യാഷും മൈയും തമ്മിലുള്ള ബോണ്ട് അതവർക്ക് നന്നായിട്ട് അറിയാവുന്നതാ. ഏത് പാതിരാത്രി വേണമെങ്കിൽ മയ്യക്ക് ഓടോടാൻ ധൈര്യം ഉണ്ടെങ്കിൽ അത് യാഷിന്റെ കൂടെ മാത്രമാ. അത്രയും വിശ്വാസവും സ്നേഹവും അവനിൽ മൈക്കുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവളുടെ ആ വിശ്വാസമായിരുന്നു വീട്ടിലുള്ളവരുടെ ധൈര്യം. അപ്പൊ പിന്നെ എങ്ങനെയാ അവന്റെ നിലവിലുള്ള അവസ്ഥയെപ്പറ്റി അവളോട് പറയുന്നത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഡിഡ് യു സംതിങ് ടു ഹാപ്പൻ സംവൺ? മൈ വീണ്ടും ചോദ്യം ചോദിച്ചെങ്കിലും അവരുടെ ഭാവം കണ്ട് അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിന്റെ നാവെന്താ? നീ മുറിച്ച് വിറ്റോ? ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ? പെട്ടെന്ന് മൈ ശക്തിയിലും മൈത്രിയെ പിടിച്ച് കുലുക്കിക്കൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു. അതൊന്നുമില്ലടാ, നിന്നോട് പറയാൻ വരുമായിരുന്നു. യാഷിന് അവനൊരു ആക്സിഡന്റ് പറഞ്ഞു മുഴുവിപ്പിച്ചില്ലെങ്കിൽ കൂടി ഒരു വേള കേട്ടുപോയ വാക്കുകൾ അവളെ സ്തബ്ധനാക്കിയിരുന്നു. യാഷിനൊരു ആക്സിഡന്റ്, അത് മാത്രം അവളുടെ കാതുകളിൽ മൂളക്കം തീർത്തുകൊണ്ടിരുന്നു. എവിടെ വെച്ച്? എപ്പോഴാ? പറയ ചേച്ചി, എപ്പോഴാ? മൈ തളർച്ചയോട് ചോദിച്ചു. 2 ദിവസം മുമ്പ്. ഇപ്പൊ ആചാര്യ ഹോസ്പിറ്റലിലുണ്ട്. മൈത്രി ശാന്തമായി പറഞ്ഞു. 2 ദിവസം മുമ്പോ? എന്നിട്ട് എന്നോടത്തെ ഇതൊന്നും പറയാതിരുന്നത്? മൈ രണ്ടാളെയും മാറി മാറി നോക്കി. ഹൻഷു വാശി പിടിച്ചിട്ട് നിന്നോട് പറയരുതെന്ന് പറഞ്ഞപ്പോ മൈത്രിക്ക് അവളെ അഭിമുഖീകരിക്കാൻ പേടി തോന്നി. അവൾ അങ്ങനെ പറഞ്ഞോ? മൈ കണ്ണ് നിറച്ചുകൊണ്ട് ചോദിച്ചു. പറഞ്ഞു. എന്താടാ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നിങ്ങൾ തമ്മിൽ? മൈത്രി അവളുടെ തോളി കൈവച്ചപ്പോ മൈ വേഗം ഒന്നുമില്ലെന്ന് തലയാട്ടി. മൈയിൽ നിന്നും അസാധാരണമായി കാണപ്പെടുന്ന കിതപ്പും വെപ്രാളവും ഒഴുകുന്ന വിയർപ്പ് തുള്ളികളും അവരെ ആശങ്കയിലാഴ്ത്തി. അവൾ പെട്ടെന്ന് തിടുക്കത്തിൽ തിരിഞ്ഞടന്നു. മൈത്രിയും പത്മയും പിന്നാലെ വരുന്നത് കണ്ടിട്ട് അവൾ ഇടം നൽകാതെ അവളോട് മുറിയിലേക്ക് കയറി വാതിലടിച്ചു. വാതിലിൽ ചാരി നിൽക്കും. അവളുടെ നെഞ്ചുയർന്ന് താഴുകയായിരുന്നു. അറ്റൻഡ് ചെയ്യാത്ത ഫോൺ കോൾ, ഹൻഷുവിന്റെ മൗനം, തന്നെ അലട്ടിക്കൊണ്ടിരുന്ന ചിന്തകൾ, ഇന്ന് കണ്ട സ്വപ്നം, ഇതിന്റെ എല്ലാ പിന്നിൽ ഇതായിരുന്നു. അവളുടെ മനസ്സിൽ അവസാനമായി അവനെ കണ്ട ദിവസം ഒരു ചിത്രം പോലെ മിന്നിമാഞ്ഞു. ഞൊടിയിടി മുഖവും ദേഹവും കഴുകി വസ്ത്രവും മാറ്റി സ്കൂട്ടിയുടെ കീ എടുത്ത് മൈ താഴേക്ക് വന്നു. നീ എങ്ങോട്ടാ? ഹാളി സോഫയിലിരിക്കുന്ന മൈത്രി അവളുടെ വരവ് കണ്ട് ചോദിച്ചു. മറുപടിയായി മൈ അവളെ തീക്ഷ്ണമായി നോക്കി. യാഷിനെ കുറിച്ച് ഇത്രയും ദിവസം തന്നീന്ന് മറച്ചു വെച്ചതിൽ അവൾക്ക് ഓരോരുത്തരോടും ദേഷ്യം തോന്നി. ഹോസ്പിറ്റലിൽ മൈ മുഖം വെട്ടിച്ച് തിരിച്ചുകൊണ്ട് പറഞ്ഞു.
നിനക്ക് സുഖമില്ലാത്തല്ലേ മൈ? ഇപ്പൊ പോകണ്ട. മറ്റൊന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നവർക്ക് പിന്നാലെ പത്മ ഒന്ന് പറഞ്ഞത് കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും മൈ അത് ചെവി കൊണ്ടില്ല. യാഷിനെ കണ്ടേ തീരൂ എന്നവൾ ഉറപ്പിച്ചു. റിസപ്ഷനിൽ തിരക്കി. യാഷ എവിടെ ഉണ്ടാവുമെന്ന് കണ്ടുപിടിക്കാൻ മൈക്ക് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. NCC യൂണിറ്റിന് മുന്നിൽ നിൽക്കുന്ന ഇന്ദറിനെ കണ്ടത് മൈ പെട്ടെന്ന് അവിടേക്ക് ഓടിയെത്തി. ഇന്ദർ! ആരോ വിളിക്കുന്നത് പോലെ തോന്നി. സൈഡിലേക്ക് നോക്കിയപ്പോ ഓടിപ്പാന് വരികയായിരുന്നു മൈ. അപ്രതീക്ഷിതമായി അവൾ അവിടെ കണ്ടതിന്റെ ഞെട്ടലായിരുന്നു അവൻ. അതിനേക്കാൾ അവനെ ഞെട്ടിച്ചത് അവളുടെ രൂപമാറ്റമായിരുന്നു. ഇത്രയും ദിവസം കണ്ടിരുന്ന ഒരാളെ അല്ലായിരുന്നു അവളപ്പോ. മൈ! കിതച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നവളെ അവൻ സംശയത്തോടെ നോക്കി. വീർ, അവനിവിടെ? ശ്വാസം എടുത്തുവിട്ടുകൊണ്ട് അവൾ ചോദിച്ചത്. നിമിഷ നേരം കൊണ്ട് അവന്റെ മുഖം മാറി. എന്താ, മരിച്ചോന്നറിയാൻ വന്നതാണോ നീ? ഇന്ദർ പുച്ഛത്തോടെ അവളെ നോക്കി. മൈ പകച്ചുകൊണ്ട് അവനെ നോക്കി. ഡോണ്ട് ഡു ദിസ് ടു മീ ഇന്ദർ. ഞാൻ കാരണമാണ് അവനിങ്ങനെയൊക്കെ സംഭവിച്ചത്. നിറമിഴികളോടെ അവൾ ചോദിച്ചു. അങ്ങനെ ചോദിച്ചാലല്ല, പക്ഷെ അവന് ഇന്ന് ഈ അവസ്ഥയിലെത്തിക്കാൻ നിന്റെ വാക്കുകൾ ഒരു നിമിത്തമായിരുന്നു. ചൂണ്ടുവിരൽ അവൾക്ക് നേരെ ചൂണ്ടി. അവൻ രൂക്ഷമായി പറഞ്ഞപ്പോ മൈ ചുണ്ടുകൾ ഒതുക്കി വെച്ച് വിതുമ്പി. എനിക്കൊന്ന് കാണണം. നിലത്തേക്ക് മിഴികൾ ഊന്നി അവൾ പറഞ്ഞു. പറ്റില്ല, ഇവിടെ വിസിറ്റേഴ്സ് അലൗഡല്ല. നിസ്സംഗതയോടെ ഇന്ദർ പറഞ്ഞു. അങ്ങനെ പറയരുത്. ഇത്രയും ദിവസം എല്ലാവരും എന്നോടെല്ലാം മറച്ചു വെച്ചതോ വെച്ച്. അതെല്ലാം ഞാൻ അർഹിക്കുന്നതാ. പക്ഷെ അവനെ ഒന്ന് കാണാനെങ്കിലും എന്നെ അനുവദിക്കണം. ഒരു തവണ, ഒരൊറ്റ തവണ. മൈ കെഞ്ചിക്കൊണ്ട് അവന്റെ മുന്നിലേക്ക് വീണ്ടും വന്നു. ഇന്ദർ അവളുടെ കൈകളിൽ പിടിച്ചു. ഇതൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ നിന്ന് ബഹളം വെക്കരുത് മൈ. നീപ്പോ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ അവളെ പിന്നിലേക്ക് തള്ളിയത്. മൈ ആരുടെയും നെഞ്ചിലിടിച്ചു നിന്നു. അവളെ പിന്നിലേക്ക് നോക്കി. എന്താ ഇവിടെ? മോളെ പോന്നു. ഹർഷ് അവളെ ഇന്ദറിനെ സംശയത്തോടെ മാറി മാറി നോക്കി. ഏട്ടാ, ഇത്രയും ദിവസം അവന്റെ ഫോൺ കോൾ പോലും വരാതെ എന്തോരം വിഷമിച്ചെന്നറിയോ? എല്ലാരും മനഃപൂർവ്വം മറച്ചു വെച്ചതാണല്ലേ എന്നോട്. ഒന്നും പറയായിരുന്നില്ലേ? മൈ മുഖം പൊത്തി കരഞ്ഞു പോയിരുന്നു. ഹർഷ് അവളെ നെഞ്ചോട് ചേർത്ത് തലമുടിയിൽ തലോടി. അവള് യാഷിനെ കുറിച്ച് അറിഞ്ഞു വന്നതാണ്. അവന് മനസ്സിലായി. അവനെന്ത് പറയണമെന്നറിയില്ലായിരുന്നു. എല്ലാവരും അവന്റെ വാർത്തയറിഞ്ഞ് കാണാൻ വന്നിരുന്നു. വിവരങ്ങൾ തിരക്കിയിരുന്നു. മയ്യെ മാത്രം ഒഴിവാക്കി. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. ഹൻഷുവിന്റെ ഒരൊറ്റൊരു വാശി കാരണം. പോട്ടെ മോളെ, സാരമില്ല. അവന് നീ വിചാരിക്കും പോലെയൊന്നും ഒന്നുമില്ല. ഹർഷ അവളെ സമാധാനിപ്പിച്ചു. എനിക്കൊന്നും അവനെ കാണണേട്ടാ. അതിനു പോലും ഇവനെന്നെ സമ്മതിക്കുന്നില്ല. എനിക്ക് അവനെ കാണണം. മൈ ഇന്ദറിനെ നോക്കി. ഹർഷ അവനെ തുറിച്ചു നോക്കി. നിനക്കോ ഹൻഷുനക്ക് എന്താ ഡെവലോട്? അവന് ആക്സിഡന്റ് ആയത് പറയാൻ പാടില്ല. അവനെ കയറി കാണാൻ സമ്മതിക്കുന്നില്ല. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഹർഷ അവന് നേരെ ചൊടിച്ചു. ഇന്ദറും മൗനം പാലിച്ചു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിൽ നീ ഇവളെ തടയാനും നിൽക്കണ്ട. മോളുവാ. ഇന്ദറിനെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് ഹർഷ് മയ്യെ ചേർത്ത് പിടിച്ചടന്നു. ചേ! ഇന്ദർ അവിടെയുള്ള ചെയറിലേക്ക് തല കുമ്പിട്ടിരുന്നു. ബോഡി വാഷ് ചെയ്ത് ഹോസ്പിറ്റൽ ഗൗൺ, മാസ്ക്, ക്യാപ്പും ധരിച്ച് യാഷിനടുത്തേക്ക് ചുവട് വെക്കുമ്പോൾ മനസ്സിനൊപ്പം മയ്യുടെ ശരീരം പതറിപ്പോകുന്നുണ്ടായിരുന്നു. ആ ഹോസ്പിറ്റൽ റൂമിന്റെ അന്തരീക്ഷം അവളിലെ അസ്വസ്ഥത ഉളവാക്കിയിരുന്നു. എങ്കിലും ബെഡിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന യാഷിനെ കണ്ടത് അവൾ മറ്റെല്ലാം വിസ്മരിച്ചിരുന്നു. അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊടങ്ങി. മുഖമാകെ കല്ലിച്ച് കരിവാളിച്ച് കിടക്കുന്നു. ചുണ്ടുകളിപ്പോൾ കറുത്ത് കിടക്കുന്നത് കണ്ട് അവളുടെ നെഞ്ചുകുട്ടി പലപ്പോഴും പല വികാരങ്ങളും തന്റെ മുഖത്ത് പതിഞ്ഞിരുന്ന അവന്റെ വെൽവെറ്റ് ലിപ്സ് അവൾക്ക് ഓർമ്മ വന്നു. കവളിലും നെറ്റിയിലും തെളിഞ്ഞു കാണുന്ന പോറലുകൾ പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് അത് യാഷാണെന്ന് മനസ്സിലാകുക പോലും സാധിക്കില്ല. ECG വയറുകൾ ഘടിപ്പിച്ച അവന്റെ മാറുകൾ ഓരോ തവണയും ഉയർന്നു താഴ്ന്നത് അവൾ നോക്കി നിന്നു. അവന്റെ കൈകൾ മൈ മെല്ലെ തൊട്ടു. ഞാൻ കാണണോ വീർ? അവൾ പതിയെ ചോദിച്ചു. അവന്റെ മുഖത്തേക്ക് നോക്കി. ഒന്നുണർന്നിരുന്നെങ്കിൽ, കണ്ണു തുറന്ന് തന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, ഹിമ എന്നൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ അവൾ ആ നിമിഷം ആഗ്രഹിച്ചു പോയി. ദിവസങ്ങൾക്ക് മുന്നേ തന്റെ കൺമുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയത് അവൾ ഓർത്തു. മറ്റെല്ലാം മറന്നു. അവൾ ചുണ്ട് വിതുമ്പി കരഞ്ഞു തുടങ്ങി. മെല്ലെ നിലത്ത് മുട്ടുകുത്തിയിരുന്നു. പിന്നെ മെല്ലെ അവന്റെ കൈകൾ പിടിച്ചെടുത്ത് അതിന് മെല്ലെ ചുംബിച്ചു. I'm really sorry വീർ. ചുണ്ടുകൾ മൊഴിഞ്ഞപ്പോൾ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. മാം എല്ലാം കണ്ടു.
റൂമിൽ നിന്നിരുന്ന നേഴ്സ് അവളെ അലിവോടെ ഒന്ന് നോക്കി. മൈ തിരികെ അവരെ പേഷ്യന്റിന് യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാവരുത് അവരാദ്യമേ പറഞ്ഞിരുന്നു. മൈ പെട്ടെന്ന് എഴുന്നേറ്റു. ഇന്നുണരൂ, യാഷിനെ നോക്കി. അവൾ ആകുലതയോട് ചോദിച്ചു. ഡോക്ടർ എക്സാം നടത്തിയിരുന്നു. മേ ബി ഇന്ന് രാത്രിയോടെ ആളുണരും. അവര് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾക്ക് സമാധാനം തോന്നി. മൈ ഒരു തവണ കൂടി അവനെ വീക്ഷിച്ച ശേഷം തിരിഞ്ഞതു. പെട്ടെന്ന് അവൾക്ക് തല വിലങ്ങും പോലെ തോന്നി. മൈ തല അമർത്തി പിടിച്ച് അടുത്തുള്ള ടേബിളിൽ പിടിച്ചിരുന്നു. എന്തു പറ്റി മാം? നേഴ്സ് അതുകൊണ്ട് അവളുടെ അരികിലേക്ക് വന്നു. ഹേയ് നത്തിങ്, ഒന്നുമില്ലെന്ന ഭാവത്തിൽ അവരെ നോക്കി കണ്ണു ചിമ്മി അവൾ പുറത്തേക്ക് കടന്നു. തുടരും.